നാം കക്ഷി ചേരുകയല്ല, നാം പക്ഷം പിടിക്കുകയുമല്ല. മഹാനായ മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ മാനസികമായ ചില അകലങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ മദീനയിൽ ഒരു സംഭവമുണ്ടായി. മറ്റൊന്നുമല്ല, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ ഒരു തോട്ടമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത തോട്ടം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. മുആവിയയുടെ തോട്ടത്തിലെ തൊഴിലാളികൾ ആവശ്യത്തിനും അല്ലാതെയും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ വിഷയത്തിലുള്ള തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഖലീഫയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. കത്ത് തീ പാറുന്ന കത്ത് തന്നെയായിരുന്നു. കാരണം ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ഇലാ മുആവിയ ഇബ്നി ഹിന്ദിൻ ആക്കിലത്തിൽ അക്ബാദ്. മനുഷ്യന്മാരുടെ പച്ചക്കരൾ ചവച്ചു തിന്നുന്ന ഹിന്ദുൻ്റെ മകനായ മുആവിയ അറിയുവാൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ എഴുതുന്നത്. ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ ഒരു കാരണമുണ്ടായി. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ ചവച്ചു തുപ്പിയ ആളായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവായ ഹിന്ദ് റളിയല്ലാഹു അൻഹ. അന്ന് അവരൊന്നും ഇസ്ലാമിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. കത്തിൽ തുടർന്ന് എഴുതിയത്: താങ്കളുടെ തൊഴിലാളികൾ എൻ്റെ തോട്ടത്തിലേക്ക് ആവശ്യമില്ലാതെ കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നുണ്ടായാൽ ഞാൻ അതിന് പ്രതികാരം ചെയ്യും, പകരം ചോദിക്കും. ഇതായിരുന്നു കത്ത്. കത്ത് ഡമാസ്കസിൽ ഖലീഫയുടെ കൊട്ടാരത്തിലെത്തി. മുആവിയ റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചു. പ്രകോപനപരമായ ഈ കത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹം മകൻ യസീദുമായി ചർച്ച ചെയ്തു. യസീദിൻ്റെ അഭിപ്രായം ഇപ്പോൾ തന്നെ ഒരു സൈന്യത്തെ അയക്കണമെന്നും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് നേരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കണമെന്നുമായിരുന്നു. ആ അഭിപ്രായം പറഞ്ഞപ്പോൾ മകനെ നോക്കി മുആവിയ റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് അദ്ദേഹം കടലാസ് എടുത്തു, മറുപടി എഴുതാൻ തുടങ്ങി. മറുപടിയിൽ പക്ഷേ ചൂടുണ്ടായിരുന്നില്ല, തീയുണ്ടായിരുന്നില്ല. അദ്ദേഹം എഴുതി തുടങ്ങിയത് ഇങ്ങനെയാണ്: മിൻ മുആവിയ ഇബ്ൻ അബി സുഫിയാൻ ഇലാ അബ്ദുല്ലാഹി ബിൻ സുബൈർ ഇബ്നി അസ്മാ ദാത്തിൻ നിതാഖൈൻ. അബൂ സുഫിയാൻ്റെ മകനായ മുആവിയ ദാത്തുൻ നിതാഖൈൻ എന്ന ഉന്നതമായ ശ്രേഷ്ഠതമായ സ്ഥാനം ലഭിച്ച അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള അറിയുവാൻ എഴുതുന്നത് എന്നായിരുന്നു. ഇങ്ങോട്ട് തൻ്റെ സ്വന്തം മാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അഭിസംബോധന ചെയ്തത്. പക്ഷേ തിരിച്ച് മുആവിയ ബിൻ അബി സുഫിയാൻ അങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് താങ്കളുടെ മാതാവ് ദാത്തുൻ നിതാഖൈൻ എന്ന ശ്രേഷ്ഠ സ്ഥാനമുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുആവിയയുടെ കത്തിൻ്റെ തുടക്കം. എന്നിട്ട് അദ്ദേഹം എഴുതി: ഈ കത്ത് താങ്കളുടെ അടുക്കലെത്തിയാൽ എൻ്റെ തോട്ടം അങ്ങേക്ക് എൻ്റെ വക ദാനമായി ഞാൻ നൽകുകയാണ്. കത്ത് മദീനയിലെത്തി. ജിജ്ഞാസയോടെ കത്ത് തുറന്നു വായിച്ചു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തരിച്ചു നിന്നു പോയി. അദ്ദേഹം പിന്നെ ഒട്ടും താമസിച്ചില്ല. വാഹനമെടുത്ത് ഷാമിലേക്ക്, തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി മഹാനായ ഖലീഫ മുആവിയ ബിൻ അബി സുഫിയാനെ നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ തിരുനെറ്റിയിൽ ഒരുപാട് ബഹുമാനത്തിൻ്റെ ചുംബനങ്ങൾ അർപ്പിച്ചു. മുആവിയ, താങ്കൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയൂ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സാക്ഷ്യം നൽകുകയും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിലെ
ഖുലഫാ ഉർ റാഷിദുകൾക്ക് ശേഷം വന്ന ഏറ്റവും നല്ല ഡിപ്ലോമാറ്റായിരുന്നു മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. വസ്സലാം.